കൂട്ടുകാരെ, ഇതെന്താണെന്ന് അറിയാമോ? പഴയ തലമുറകൾ ഉപയോഗിച്ചിരുന്ന അരകല്ല്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? ആരുടെ വീട്ടിലും ഇല്ല. പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ എല്ലാവരും എടുത്ത് ബേസ്മെൻറ്റിൻ്റെ അടിയിലിടും, അല്ലെങ്കിൽ എടുത്ത് ദൂരെ എറിയും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും ചിക്കൻ എടുത്താലും ബീഫ് എടുത്താലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്നത് ഇതിലാണ്. എൻ്റെ അമ്മയൊക്കെ സൂക്ഷിച്ചിട്ടിരുന്നു. അത് മാത്രമല്ല, തോരനും ഞാൻ ചെറിയ ഐറ്റങ്ങൾക്കൊക്കെ അരയ്ക്കുമ്പോൾ അരകല്ലാണ് ഉപയോഗിക്കാറുള്ളത്. കറണ്ട് പോയാൽ ഞാൻ ഈ അരകല്ലാണ് മീൻ അരച്ച് കറി വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അന്ന് മീൻ. നമ്മൾ മിക്സിയിൽ അരയ്ക്കും പോലെയൊന്നും അല്ല. ഇപ്പോഴത്തെ ആൾക്കാരൊന്നും ഇതിൽ തൊടാറില്ല. പക്ഷേ ഇതിൽ നമ്മൾ അരക്കി എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിനൊക്കെ നല്ല വ്യായാമമാണ്. കൈയിൻ്റെ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ വേദനയൊക്കെ അങ്ങ് മാറും. നല്ല ഒരിതാണ്. അങ്ങനെ ഞാനിപ്പോൾ തോരൻ അരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തോര ചതയ്ക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ഇതുപോലെ അരകല്ലുണ്ടോ? ഉള്ളവർ കമൻറ്റ് ചെയ്യണേ. ഇത് ഇപ്പോഴത്തെ തലമുറ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ അരകല്ലെന്നാണ് പറയുന്നത്. എല്ലാ വീട്ടിലും പണ്ട് കാലത്ത് ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. കറണ്ടൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മളിതൊക്കെയല്ലേ ഉപയോഗിച്ചിരുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ ആട്ടുകല്ലും ഉണ്ട് കേട്ടോ. ഞാൻ സൂക്ഷിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ അരി അരയ്ക്കാനൊന്നും മെനക്കെടാറില്ല, എങ്കിലും നമ്മൾ സൂക്ഷിച്ചിട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടുള്ളവരും അറിയുന്നവരും കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.